വീണ്ടും ഇവനെന്തിനാ ചിരിക്കുന്നേ? തൃശ്ശൂൽ, നിനക്ക് വീണ്ടും എന്തു പറ്റി? ബ്രോ, അത് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഡ്യൂറ്റ് കളിച്ചോണ്ട് വന്നത്. എത്ര കളർഫുൾ ആയിരുന്നു എന്നറിയോ, എത്ര റൊമാൻറ്റിക് ആയിരുന്നു എന്നറിയോ. ഇവന് മാത്രമാണ് ഡ്യൂറ്റ് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ഞാനും കുറച്ചേറെ സ്വപ്നം കാണട്ടെ, ശിവാനിയുടെ കൂടെ എങ്ങനെ റൊമാൻറ്റിക് ആയിട്ട്. ബ്രോ, എന്തുപറ്റി? ഒന്നുമില്ല. കാര്യം പറ ബ്രോ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ? എന്നാ പാലെടുക്കേ? വേണ്ട, ആയിക്കോട്ടെ. ശരി, നീ കിടന്നോ. ശിവാനിയുടെ കൂടെ സ്വപ്നം കാണുമ്പോ അവിടെ ഇവൻ വന്നല്ലോ. സ്വപ്നം കാണുമ്പോ പോലും സമാധാനം തരില്ല ഇവൻ. ഇവനെ എന്റെ ലൈഫിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ. ഇവന്റെ ലവർ ആരാന്നറിയാൻ ഞാനെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതറിയാൻ അവന്റെ മൊബൈലൊന്നും എടുത്ത് നോക്കിയാ പോരെ. അവൻ ഇത്ര നേരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ? അപ്പൊ ആ മൊബൈലിലെ മെസ്സേജ് നോക്കിയാ ആ പെൺകുട്ടി ആരാന്ന് മനസ്സിലാവും. യെസ്, ഗുഡ് ഐഡിയ. ഇവനിങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഇപ്പൊ തന്നെ ആ പില്ലോ എടുത്ത് ഇവനെ ശ്വാസം പിടിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. തൃശൂൽ, ഇപ്പൊ നിന്റെ ജാതകം എന്റെ കയ്യില. നിന്റെ ലവർ ആരാന്ന് എന്നോട് പറയില്ലല്ലേ? ഇനി നീ അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. അതെ, എന്താണെന്നറിയില്ല, നിങ്ങൾ ഈയിടെയായിട്ട് വളരെയധികം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ഓരോ തീരുമാനങ്ങളും. എന്തോ എനിക്കിതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. ദമയന്തി, ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ 1000 വട്ടം ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കും, എനിക്കറിയാവുന്നതല്ലേ? നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എനിക്ക് സമ്മതമാണ്. പക്ഷേ ആ തൃശ്ശൂരിനെ ദത്തെടുത്ത തീരുമാനം ഒഴിച്ച് അതും നീ സമ്മതിക്കും. സമ്മതിച്ചേ പറ്റൂ. ഇത് തന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം. സമ്മതിച്ചേ മതിയാവൂന്നുള്ള വാശി എന്തിനാ? നിങ്ങളുടെ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെയുള്ള എല്ലാവരും അനുസരിക്കുന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ദമയന്തി നീ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കാതെ ഒറ്റയ്ക്കിരുന്നപ്പോ മാത്രം ഞാൻ വന്ന് ചോദിക്കുന്നത്.
നിങ്ങൾക്ക് അവനോട് എന്നാ ഇത്രയധികം താല്പര്യം വന്നത്? താല്പര്യം കാരണമുണ്ട് ദമയന്തി. സമയാവുമ്പോ നിനക്കത് മനസ്സിലായിക്കോളും. ആ സമയം എപ്പോഴാ വരുന്നേന്ന് പറ. എത്രയും വേഗം. ഈ വീട്ടിലൊരു സമാധാനം എപ്പോ ഉണ്ടാവും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കും. ഇതിൽ ഉറപ്പായിട്ട് ആ പെൺകുട്ടിയുടെ നമ്പർ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് മെസ്സേജ് നോക്കുന്നേക്കാൾ നല്ലത് ഗാലറി ഓപ്പൺ ചെയ്യുന്ന. ഗാലറിയിൽ ഒരു ഫോട്ടോ എങ്കിലും ഇല്ലാതിരിക്കില്ല. ഗാലറി ഇവൻ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇല്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവന്റെ ലവർ ആരാന്ന് അറിഞ്ഞേ പറ്റൂ. ഇല്ലാതെ ഞാൻ വിടില്ല. യെസ്, ഗാലറി ഓപ്പണായി. ഞാനറിയാതെ ഒളിപ്പിക്കാന്ന് കരുതി. അത് നടക്കില്ല. ഇപ്പൊ അറിയാം അവന്റെ ലവർ ആരാന്ന്. ത്രിവിക്രം ബ്രോ, തൃശൂൽ, നീ എണീറ്റോ? എന്താ ഉറക്കം വന്നില്ലേ? ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് എണീക്കാൻ പാടില്ല. ശരിക്കും കിടന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ നിനക്ക് തലവേദന വരും. ചില പോയി കിടന്നുറങ്ങും. ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം. എന്റെ ഫോൺ ഇങ്ങതാ. നിന്റെ മൊബൈൽ എന്റെ കയ്യിൽ എങ്ങനെ വരുന്നത്? എടാ, അത് ആ ബെഡിലും കാണും. നീ പോയി ശരിക്കും നോക്ക്. ഇല്ല, അവിടെ എവിടെയും കാണുന്നില്ല. തൃശൂൽ, നീ ശരിക്കും അവിടെ നോക്ക്. അവിടെ എവിടെയെങ്കിലും കാണും. ബ്രോ, അവിടെ എല്ലാം ഞാൻ നോക്കി, പക്ഷെ അവിടെ നിന്ന് കാണുന്നില്ല. എന്റെ മൊബൈൽ പരിസരത്ത് എങ്ങുമില്ല. എന്റെ മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ മൊബൈലിൽ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിൽ എന്തെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത് തൃശൂൽ. കാര്യം പറ, എന്താ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? തൃശൂൽ, അത് ഞാൻ ബ്രോ, ഷോക്കായി പോയോ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? ബ്രോ, എന്റെ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ എന്റെ മൊബൈൽ എടുത്തോന്നേ. എന്താണ് ബ്രോ നിങ്ങള്? എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മൊബൈൽ പതുക്കെ എടുത്തോണ്ട് പോയത്, ഈ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്റെ ഫിംഗർ ടച്ച് ചെയ്തത്. ബ്രോ, സത്യം പറഞ്ഞ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ അഭിനയിച്ച് കിടന്നതല്ലേ. കള്ളനെ കൈയോടെ പിടിച്ച് ഞാൻ. ബ്രോ, എന്റെ ലവർ ആരാണെന്ന് അറിയാൻ വേണ്ടി അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? തൃശൂൽ, അതാരെന്ന് പറയടാ. ആ, അങ്ങനൊന്നും ഞാൻ പറയില്ല. ചാൻസേ ഇല്ല. ഇത്ര ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ഇനിയും കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പറയുന്നുള്ളൂ. ഏയ് തൃശൂൽ, ഒന്ന് പറയടാ. പറയില്ല, പറയില്ല, നിന്നോട് പറയില്ല. അതെ ബ്രോ, അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ മണ്ടൻ ഐഡിയയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുതേ. സമയമാവുമ്പോ ഞാൻ തന്നെ എന്റെ ലവർ ആരാണെന്ന് പറഞ്ഞാ പോരെ? ഓക്കെ അല്ലേ? ശരി എന്നാ.
എല്ലാ പ്ലാനും ഫ്ലോപ്പായി. ഇതായിരുന്നു ഒരു എളുപ്പ വഴി. പക്ഷെ ഇവൻ കാരണം അതും ഇല്ലാതായി. ഇല്ല, വേറെ ഒരു പ്ലാൻ കണ്ടുപിടിക്കണം. ഇത്ര രാവിലെ ആരെയും വിളിക്കുന്നത്? ത്രിവിക്രമായിരിക്കും. ഇവനോ? ഹലോ, ഗുഡ് മോർണിംഗ് ശിവാനി. മോർണിംഗ്. ഗുഡ് എന്ന് പറഞ്ഞില്ലല്ലോ. ഓഹോ, ഞാൻ ഗുഡ് ആയതുകൊണ്ട് പറയാതിരിക്കുന്നതാണോ? തുടങ്ങിയല്ലോ നീ രാവിലെ തന്നെ. എന്ത് ചെയ്യാനാ, എല്ലാവരും സഹസ്രനാമം പറയുന്നു, ഞാൻ ശിവാനി നാമം പറയുന്നു. എന്റെ ദിവസം ആരംഭിക്കുന്നതേ നിന്നിലൂടെ. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തിനാ വിളിച്ചെന്നുള്ളത് പറ. അത് ഞാനിപ്പോ ഫുൾ ടൈം ഫ്രീ ആണ് ശിവാനി. നിന്റെ ദിനനിത്യ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഹെൽപ്പായിരുന്നു. അതെന്തിനാ നീ അറിയുന്നേ? നിന്നെ മീറ്റ് ചെയ്യാൻ, അതുപോലെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. നീ പോകുന്നിടത്തൊട്ടും ബോറടിക്കാതെ നോക്കാലോ എനിക്ക്. അമ്മോ, എന്തൊരു ഐഡിയ ആണല്ലേ. തൃശൂൽ, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. ഓ, ഇവൻ ആരോടാ ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുന്നത്? ഇനി ഇവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കോ? എന്നതൊന്ന് നോക്കണമല്ലോ. പറയത്തില്ലല്ലേ? ശരി, വിട്ടേക്ക്. നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടാണോ? നിന്റെ ഹാർട്ടിനും എന്റെ ഹാർട്ടിനും കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു കണക്ഷൻ ഉണ്ട്. GPS പോലെ. നീ എവിടെ പോയാലും എനിക്കത് മനസ്സിലാവും. ഇവൻ സംസാരിക്കുന്ന പെൺകുട്ടി ആരായിരിക്കും? തൃശൂൽ, ഞാൻ നിന്നെ ഇത്ര വഴക്ക് പറഞ്ഞിട്ടും നിനക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? പിന്നെ നീ അതേ കാര്യം തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നീ വഴക്ക് പറയുമ്പോ തന്നെ എന്നെ പ്രണയിക്കുന്നത് പോലെ തോന്നുന്നു. കേൾക്കാൻ നല്ല സുഖമാ, മനസ്സ് നിറയെ സന്തോഷം. നിന്നോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് വേണമെങ്കിലും കാണിക്ക്. ബൈ. ഹലോ. ഓ, ഫോൺ കട്ട് ചെയ്തവനല്ലോ. എന്നോട് കുറച്ച് അധികം ദേഷ്യം വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ചെന്നൊന്ന് സമാധാനിപ്പിച്ചേക്കാം. ഇവൻ ഈ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവന്റെ ഗേൾഫ്രണ്ട് തന്നെ ആയിരിക്കുള്ളൂ. സംസാരിക്ക് തൃശൂൽ, നീ സംസാരിക്കേ. ആ പെണ്ണാരാന്ന് കണ്ടുപിടിക്കാതെ ഞാൻ ഒരിക്കലും വിടില്ല. എന്റെ പെണ്ണവിടെ കാണുന്നേയില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് വരേണ്ടതാണ്. വന്നിട്ടുണ്ടോ? പോയി അന്വേഷിക്കാം. ഇവിടെ ഉണ്ടായ വരുവാ. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ നീ കാണിക്കുന്നേ? ദൈവത്തെ തൊഴുതോണ്ടിരിക്കുമ്പോ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാണോ? നിനക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ലേ?
അത് പോട്ടെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിറകെ വരണ്ടാന്ന്. ഇത്രയും പറഞ്ഞിട്ടും അത് തന്നെ ചെയ്യാണെങ്കിൽ അതിനർത്ഥം എന്റെ വാക്കിന് ഒരു വിലയില്ലാന്നല്ലേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ പെണ്ണോ? ആര്? ഞാനോ? നീ തന്നെ. എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് നീ തന്നെയാണ് ശിവാനി. ഏയ്, 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 ഏയ്. തൃശ്ശൂലിന്റെ ബൈക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഉണ്ടാവും. ഇന്ന് എന്തായാലും അവളെ ഞാൻ കണ്ടുപിടിക്കാം. ഏയ്, ഹായ്. തൃശൂൽ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നില്ല, നിന്നെ കല്യാണം കഴിക്കാനും പോകുന്നില്ല. ഓ, ശിവാനി, ആദ്യമൊക്കെ നിനക്കെന്നെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു. വീട്ടിലോട്ട് എങ്ങാനും വന്ന കയറ്റി ഇരുത്തത്തേയില്ല. എന്നാൽ ഇപ്പോഴും എന്നെ ഫ്രണ്ട് എന്ന് പറയും. ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താ നല്ലതെന്ന് പറയും. കല്യാണം കഴിക്കാൻ ഇതിനേക്കാൾ വേറെ എന്ത് ഫീലിംഗാ വേണ്ടത്? തൃശൂൽ, നിന്റെ നല്ല കാര്യങ്ങൾ സമ്മതിക്കുന്നതും പ്രണയം സമ്മതിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓ ശിവാനി, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നോക്ക്, നമ്മൾ അവിടെ ഒരു പുതിയ പഴഞ്ചൊല്ലുണ്ട്. ഫേസ്ബുക്കിൽ വന്നവള് വാട്സപ്പിലേക്ക് വരുമെന്ന്. അതേപോലെ നല്ല കാര്യങ്ങൾ സമ്മതിക്കുന്ന പോലെ പ്രണയം സമ്മതിച്ചു തന്നെ. തൃശൂൽ, ആരെങ്കിലും കണ്ടറിഞ്ഞെങ്കിൽ എന്ത് വിചാരിച്ചന്? കാമുകന്മാര് വഴക്കുണ്ടാക്കാന്ന് വിചാരിക്കില്ലേ? വിചാരിച്ചോട്ടെ. എന്താ പറഞ്ഞ? വിചാരിക്കട്ടെ എന്നാ? എന്ന് വെച്ചാ നമ്മുടെ രണ്ടുപേരും ലവ് ബേഴ്സ് ആണെന്ന് നീ സമ്മതിച്ചോ? യെസ്. തൃശൂൽ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്റെ വാക്കിന്റെ അർത്ഥം അതല്ല. പിന്നെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി സംസാരിക്കാൻ നിൽക്കേണ്ട നീ. ഉത്തരം കിട്ടിയില്ലേ? നീ വിട്ടേക്ക് ശിവാനി. അല്ല, ശിവാനി ഇവിടെയുണ്ടോ? ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തൃശ്ശൂരിന്റെ ലവർ തേടി വന്നപ്പോ കണ്ടത് ശിവാനിയാണല്ലോ. ഇവര് കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. ശിവാനി ഈ സംസാരം നിർത്തുകയാണെങ്കിൽ അവൻ അവന്റെ ലവറിന്റെ അടുത്തേക്ക് പോയേനെ. അപ്പൊ ആ പെൺകുട്ടി ആരാന്ന് അറിയാനും പറ്റിയേനെ. ത്രിവിക്രം, ശിവാനി, നീ എന്താ ഇവിടെ? തന്നെ കാണാൻ വേണ്ടിട്ടാ വന്നത്. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇത്ര വലിയ കാര്യം?